ഞാൻ കൊത്തണില്ലല്ലോ. കൊത്തു കുറച്ചിട്ടേ കിട്ടും പിന്നെ പോവും. അവിടെ എത്തി റഞ്ചിന് സീനാണ്. മീൻ കുത്തുന്ന കിട്ടും. കിട്ടിയാ നോക്കട്ടെ. ഉണ്ണി ഉണ്ണി ആ രവിയേട്ടൻ ഇരിക്കണുണ്ടല്ലോ അവിടെ. രവിയേട്ടാ എന്തിനാ വേട്ടാ കാലത്തന്നെ മീൻ പിടിക്കാനല്ലാന്നറിയാ. നിങ്ങൾക്ക് ആ പരിപാടിയില്ല. എന്നാലും നമുക്കൊരു കമ്പനിയായി. എന്താ രവിയേട്ടാ നമ്മ ഒന്ന് ഡിസ്റ്റർബായ? ഇന്ന് നല്ല തക്കോണ്. വല്ല കരിമീനെ കിട്ടിയാൽ മതിയായിരുന്നു. കുറച്ചും കൂടി നേരത്തെ ആണെങ്കിൽ നമുക്ക് കടപ്പുറത്തേക്ക് പോയെന്ന്. നല്ല ചെമ്പലിയും ശിലാവും കിട്ടിയാനാ. ചെമ്പല്ലി നിനക്ക് നല്ലത് ചെമ്പല്ലിയാണ്. നേരെ വിട്ടോ കടപ്പുറത്തേക്ക്. വേറെ എത്ര സ്ഥലം ഉണ്ടോ നിനക്ക് മീൻ പിടിക്കാൻ? അപ്പൊ നിങ്ങക്ക് നമ്മുടെ കമ്പനി ഒന്നും വേണ്ടല്ലേ? കാലത്തന്നെ ഒറ്റയ്ക്ക് വല്ല ധ്യാനം പറ്റണോ? ഒരുമാതിരി ഇരിപ്പ്. രവിയേട്ടാ ഇത് വല്ല പ്രാണായാമം വല്ലതുമാണോ? 2 ദിവസം മുന്നേ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. എന്തോ അനുമോലയാ എന്തെങ്ങാണ്ടും പറഞ്ഞിട്ട്. എടാ അനുമോലയല്ല, അനുലോമ. അനുലോമ വിലോമ. ഇതൊരു പ്രാണായാമണ്ട. അപ്പും അനുമോലയും അനുലോമല്ലടാ, ചിരിലോമ. ഈ ചിരി തെറാപ്പി എന്നൊക്കെ പറയൂലേ, കാലത്തന്നില്ലേ ഇതേപോലെ നല്ലോണം ചിരിച്ചാ മതി. ഒരു മെഡിറ്റേഷൻ വേണ്ട. എടാ കണ്ണ, ഞാൻ മീൻ പിടിക്കാറില്ല നീ പറഞ്ഞില്ലേ, അതെന്തുകൊണ്ടാണെന്ന് നിനക്കറിയോ? അറിയാം, നിങ്ങക്ക് പിടിക്കാറിയില്ല അതന്നെ. ആളുകൾ ഓരോന്ന് ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. അതിൻ്റെ പിന്നിലൊരു കഥയുണ്ടാവും. അന്നാ രവിയേട്ടാ ആ കഥ പറ. അതെ, എന്നാ കഥ പറട്ടെ, ഞാനപ്പോഴേക്കും ചൂണ്ടട്ടെ. ഈ കായലുണ്ടല്ല, ഇതെല്ലാം കാണുന്നുണ്ട്. എൻ്റെ അച്ഛൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, കായലിന് കടലിനേക്കാൾ കഥകൾ പറയാനുണ്ടാകുന്നു. അത്രയ്ക്കും തന്നെ രഹസ്യങ്ങളും. രഹസ്യമോ? പിന്നെന്താണ് ഇങ്ങനെ അനങ്ങാണ്ട് എടുക്കണം? ഞാനാണെങ്കിൽ ആ രഹസ്യങ്ങളൊക്കെ എപ്പോഴേ പൊളിച്ചെഴുതിയാണ്. മനസ്സിലേ ഒന്നും വെക്കാണ്ട് ജീവിക്കാനാണ് എനിക്കിഷ്ടം. അല്ലെങ്കിലേ ഉറങ്ങാൻ പറ്റില്ല. അതാണ് കണ്ണേട്ടൻ. ഞാനും അങ്ങനെ തന്നെ. ഉവ്വ ഉവ്വ. എടാ ഈ കായലെല്ലാം ഓർത്തിരിക്കും. ഈ പോണ വഞ്ചികൾ, മഴ, വെള്ളപ്പൊക്കം, ഏറ്റം, ഇറക്കം, ഇവിടെ കളിച്ചു വളർന്നവരുടെ ചിരിയും കരച്ചിലും, അങ്ങനെ ഒരുപാട് കഥകൾ പറയാനുണ്ട് ഇതിന്. ഒരുപാട് കഥകളൊക്കെ അവിടെ നിൽക്കട്ടെ. രവിയേട്ടൻ്റെ വീടിൻ്റെ കഥ പറ. എൻ്റെ കഥ എന്ന് പറയുമ്പോൾ, ഞാൻ ചെറുതായിരുന്നപ്പോൾ ഒരു ദിവസം നടന്നൊരു സംഭവം, അത്രേ ഉള്ളൂ. പക്ഷെ നാളിത്രയും ഒരു ചെറിയ ഭാരമായി അത് മനസ്സിലുണ്ട്. എന്താ രവിയേട്ടാ, എന്താ സംഭവം? സസ്പെൻസ് ഉണ്ട് അല്ലേ? ഇത് പൊളിക്കും രവിയേട്ടൻ പറ. പറ രവിയേട്ടാ. 10-40 കൊല്ലായി. ഇന്നും ആ ദിവസം ആലോചിക്കുമ്പോൾ നെഞ്ചിലൊരു പിടപ്പ് പോലെ. രാത്രി
കള്ളില്ലാതെ ഭക്ഷണം ഇറങ്ങില്ല. അന്ന് കുടിച്ചത് പോരാഞ്ഞ് രാംപാപ്പൻ്റെ ഷാപ്പിൽ നിന്ന് 2 കുപ്പി വാങ്ങി വരാൻ എന്നെ പറഞ്ഞു വിട്ട്. ഒരു ഇടവപ്പാതിലെ വൈകുന്നേരം അച്ഛനുള്ള കള്ളും വാങ്ങി ഞാൻ വരുമായിരുന്നു. പെട്ടെന്ന് അന്തരീക്ഷം ആകെ മാറി. എവിടെയോ മഴ പെയ്യണ പോലെ ആകെ മൂടിക്കെട്ടി നല്ല തണുത്ത കാറ്റും. ആ കടവിൻ്റെ അടുത്തെത്തിയപ്പോൾ ആ ഭാഗത്ത് എന്തോ വെള്ളത്തിൽ വീണ പോലെ ഒരു ശബ്ദം. വെളിച്ചം മങ്ങിയ കാരണം ഒന്നും കാണാൻ പറ്റിയില്ല. നേരെ ഇരുട്ടി. അടുത്ത് ചെന്ന് നോക്കാനും ഒരു പേടി. പിന്നെ കള്ളത്താൻ വൈകിയ അച്ഛൻ കലിപ്പാവും. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടാതെ നിൽക്കുമ്പോൾ ഒരു ഇടി വെട്ടി. ആ പരിസരം മൊത്തത്തിലൊന്ന് കുലുങ്ങിയ പോലെ. പിന്നെ ഒന്നും നോക്കിയില്ല. ഞാൻ തിരിഞ്ഞ് വീട്ടിലേക്ക് ഓടി. അതിന് തിരണ്ട ആർക്കായല്ലേ ചേട്ടാ, ഒന്ന് പോയി നോക്കായിരുന്നില്ലേ? അതിനാ 2 രൂപ വെള്ളം മേടിച്ചാല് 1 രൂപ കുടിച്ചിട്ടുണ്ടാവും. അതന്നെ. ഇല്ലടാ, എങ്കിൽ അപ്പൻ എന്നെ കൊന്നേനെ. കുടിച്ചതിനല്ല, അപ്പൻ്റെ കുപ്പിന്ന് കുടിച്ചതിന്. ഇന്നെന്താ രാജനില്ല ഇന്ന്? പിന്നെ ആള് വരൂല. ബാക്കി കഥ പറയാ ചേട്ടാ, ആ ഫ്ലോ കളയല്ലേ. പറ രവിയേട്ടാ. അന്ന് വീട്ടിലെത്തിയപ്പോൾ ഞാനതെല്ലാം മറന്നിരുന്നു. അപ്പന് കള്ളും കൊടുത്ത് ഞാൻ കുറച്ച് കഞ്ഞിയും കുടിച്ച് കിടപ്പായി. പിറ്റേന്ന് നേരം വെളുത്ത് പാലുമായി വന്ന വാസുചേട്ടൻ അച്ഛനോട് പറയുന്നത് ഞാൻ കേട്ടു. കടവിൻ്റെ ഭാഗത്ത് ആരോ മുങ്ങിമരിച്ച് കിടക്കുന്നു. ഒരു പയ്യനാണെന്നാ കേട്ടത്. ഉറക്കച്ചടവ് മാറാത്ത ഞാൻ ചാടി എഴുന്നേറ്റു. തലേന്ന് നടന്ന സംഭവം ഞാനൊരു മിന്നായം പോലെ ഓർത്തെടുത്തു. കടവിൽ കിടന്ന് വിളിച്ചത് ആ പയ്യനായിരുന്നോ? ആ വിളി കേട്ട് ചെന്നിരുന്നെങ്കിൽ ആ പയ്യനെ എനിക്ക് രക്ഷിക്കാൻ പറ്റുമായിരുന്നോ? ഒരു കൂട്ടം ചോദ്യങ്ങൾ മനസ്സിലേക്ക് വന്നു. വീട്ടിലറിയാതെ പുറകുഭാഗത്തുള്ള തോട് ചാടി കണ്ടം വഴി ഞാൻ കായൽക്കരയിലേക്ക് ഓടി. അവിടെ എത്തുമ്പോൾ ഒരാൾക്കൂട്ടം, പോലീസൊക്കെ ഉണ്ട്. ആളെ കരയിലേക്ക് കയറ്റാനുള്ള പുറപ്പാടാണ്. പതുക്കെ അടുത്ത് ചെന്ന് നോക്കാൻ പോയെങ്കിലും മനസ്സ് വന്നില്ല. കാണാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. അവിടെ നിന്നിരുന്ന ഒരാളോട് ചോദിച്ചറിഞ്ഞു. ബോംബെയിൽ താമസമാക്കിയ ഏതോ ഒരു വീട്ടുകാർ നാട്ടിൽ നിൽക്കാൻ വന്നതാണ്. അവിടുത്തെ ഒരു പയ്യനാണ് മുങ്ങിയത്. മീൻ പിടിക്കാൻ വന്നതായിരുന്നു. പെട്ടെന്നുള്ള മഴയും കാറ്റും പ്രതീക്ഷിച്ചു കാണില്ല. കടവിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞതായി ആളുകൾ പറഞ്ഞു കേട്ടു. എന്താണ് നടന്നതെന്ന് ഉറപ്പില്ല. ഉണ്ണി, നീ എങ്ങോട്ടാ പോണേ? മഴക്കാരുണ്ടല്ലോ. ഉണ്ണി അവിടെ നിക്ക്. ഉണ്ണി, എടാ, ഈ കായലിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കഥകൾ നടന്നിട്ടുണ്ടാവും. അന്ന് ആ ചെക്കൻ ജീവിച്ചിരുന്നെങ്കിൽ നിനക്കൊക്കെ മീൻ പിടിക്കാൻ ഒരു കമ്പനി ആയേനെ. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നേ ഈ ചൂണ്ടൽ പരിപാടി അത്ര പിടി പോരാ.
അന്ന് രവിയേട്ടൻ ആ ചെക്കനെ രക്ഷിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ കണ്ണേട്ടൻ ഒരു കൂട്ടായന. ഏയ് അതല്ല, രവിയേട്ടൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അതൊക്കെ തന്നെ ചെയ്യുള്ളൂ. ആ ചെക്കൻ്റെ വിധി അതായിരിക്കും. ഒരാളുടെ വിധി സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണാത്തൊരു ശക്തി ചുറ്റുവട്ടുള്ള ആളുകളെയും സാഹചര്യത്തിനെയും ഒക്കെ അതിലേക്ക് എത്തിക്കും. അതാണ് അതിൻ്റെ ഒരു ഇത്. അന്നത്തെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഞെട്ടലും വിഷമമൊക്കെ മാറി. ഇതൊന്നും മനസ്സിൽ കൊണ്ട് നടന്നിട്ടൊന്നുമില്ല. ആ ചെക്കനെയും വീട്ടുകാരെയും കുറിച്ച് അന്വേഷിക്കാനൊന്നും ഞാൻ പിന്നെ പോയില്ല. അങ്ങനെ പതിയെ ആ സംഭവം മനസ്സിൽ നിന്ന് പോയി. കഴിഞ്ഞ ആഴ്ച ആ ചെറുവള്ളിയിൽ അശോകൻ്റെ ഒപ്പം ഞാനിവിടെ വന്നിരുന്നു. അവൻ ചൂണ്ടുന്നതിനിടയിൽ ചെറുതായി ഒന്ന് കാൽ തെറ്റി വെള്ളത്തിൽ വീണു. അത് നിസ്സാരം. പക്ഷേ എന്താണെന്നറിയില്ല, അതിനുശേഷം കുറച്ച് നാളുകളായി എൻ്റെ ഓർമ്മ ചെറുതായൊന്ന് തിരിച്ചു വന്നതുപോലെ. അതാണ് ഇന്നിവിടെ വന്നത്. ഈ സ്ഥലം ആകെ മാറി. ഇപ്പോൾ കടവില്ല, വഴിയില്ല, ആകെ കാടും പിടിച്ചു. ഇന്നിതൊക്കെ നിങ്ങളോടെന്തിനു പറയുന്നു എന്ന് വെച്ചാൽ അറിയില്ല. പക്ഷെ ആ ഭാരം അങ്ങ് തീർന്നു. ഇതുപോലെ ഓരോരുത്തർക്കും ഉണ്ടാവുന്നേ ഇതുപോലെ ഓരോ കഥ പറയാൻ. കായലിന് രഹസ്യം സൂക്ഷിക്കാൻ മാത്രമല്ല, ക്ഷമിക്കാനും കഴിയും. അങ്ങനെ അങ്ങോട്ട് കരുതുക, അത്ര തന്നെ. എന്നാ പിന്നെ അങ്ങനെ കരുതാല്ലേ. ഇപ്പൊ തന്നെ എത്ര പേര് ഇതുപോലെ കഥകൾ പറയാനുണ്ടാവും ഓരോ കരയിലിരുന്ന്. ഞാനും പറയാം നാളെ ഒരു കഥ. ഓ പിന്നെ നാട്ടുകാർക്കറിയാത്ത ഏത് കഥയുണ്ടെന്ന് എനിക്കുള്ളത്. കായലിന് ഒരുപാട് പറയാനുണ്ട്. അരുവികളിലൂടെയും പുഴകളിലൂടെയും ഒഴുകിയെത്തുന്ന കഥകൾ. കായലിലെത്തുമ്പോൾ നിൽക്കും, ഒഴുക്കു നിലയ്ക്കും. ഒരുപാട് കഥകളുടെ നിശബ്ദനായ സൂക്ഷിപ്പുകാരനായി കായൽ അങ്ങനെ അനങ്ങാതെ കിടക്കും. ഒന്ന് അടുത്തുനിന്ന് ചോദിച്ചാൽ ഒരുപാട് കഥകൾ പറയും ഈ കായൽ. മഴ പെയ്യാൻ പോണ്ടല്ലോ. വീട്ടിൽ പോവാ. നാളെ വരാം. നാളെ വരുമോ? നാളെ വരും കേട്ടാ.